صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله مولانا العظيم. ബഹുമാനികളായ ഉസ്താദുമാരെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ പുണ്യമായ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് അല്ലാഹുവിന്റെ പൗരമായ പള്ളിയിൽ ഇത്തിഖാഫിന്റെ നെയ്യത്തോടുകൂടെ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ സുഖലോക സ്വർഗത്തിലും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളെയും ഇഷ്ടക്കാരെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു കുറ്റപ്പുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മനുഷ്യരായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. നമ്മൾ ആരും തിരഞ്ഞെടുത്തതല്ല, നമ്മൾ ആശിച്ചിട്ടല്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ല. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം മനുഷ്യനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ വിഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റി അള്ളാഹു തആല പറയുന്നത് വലക്കത് കർറംന ബനി ആദം, ആദമി മക്കളെ, ആദമി സമൂഹത്തെ അള്ളാഹു തആല ബഹുമാനിച്ചിരിക്കുന്നു, കറാമത്ത് നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ കറാമത്ത് എന്ന് പല പ്രാവശ്യം കേട്ടിരിക്കും. ഔലിയാക്കന്മാരുടെ കറാമത്തെ നമ്മൾ കേട്ടിരുന്നു. നമ്മുടെ കറാമത്താണ് ഞാനീ പറയുന്നത്. നമ്മൾ മോശക്കാരെന്നല്ല. ഔലിയാന്റെ കറാമത്തിനേക്കാളൊക്കെ വലിയ കറാമത്ത് നൽകപ്പെട്ടവരാണ് നമ്മളൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ വലിപ്പം അറിയില്ല. ആനയ്ക്ക് ആനന്റെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ വലിപ്പം അറിയില്ല. അതുകൊണ്ട് നമ്മുടെ കറാമത്തിനെ പറ്റി നമ്മൾ ബോധവാന്മാരാവണം. ആ ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ബോധം ഇല്ലാതുമ്പോഴാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹു തആല അത്തരം നഷ്ടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ ആ കറാമത്ത് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ കാണുന്ന ഇറച്ചിക്കല്ല, ഈ എല്ലിനും ഇറച്ചിക്കുമല്ല, ദേഹത്തിനല്ല, ദേഹിക്കാണ് അല്ലാഹു നൽകുന്ന ഈ കറാമത്ത്. നമുക്കറിയാലോ, നമ്മളെന്ന് പറയുന്ന ഈ സാധനത്തിന് നാശമില്ല. ഇത് നശിക്കുന്ന സാധനമല്ല. ഞാൻ നശിക്കൂല, ഇബ്രാഹിം നശിക്കൂല. പക്ഷെ ഈ കാണുന്ന ശരീരം നശിക്കും. അത് മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ പുഴുവായി അളിഞ്ഞ് മണ്ണിലേക്ക് ചേരും. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കാൽസ്യവും ഒക്കെ ആയിട്ട് അത് തെങ്ങിനും റബ്ബറിനും ഒക്കെ വളമായി മാറും. അത് ഈ ദേഹമാണ്. പക്ഷെ ഈ ദേഹത്തിൽ ഒരു ഉള്ള സാധനമുണ്ട്, നശിക്കാത്ത അനശ്വരമായ കാലാകാലം നിലനിൽക്കുന്ന ഒരു മഹത്തായ ഒരു അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ദേഹി, നമ്മുടെ ആത്മാവ് എന്നൊക്കെ പറയുന്നത്. അതിനാണ് കറാമത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജസദില മുളകത്തൻ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസഖണ്ഡമുണ്ട്. ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ അവന്റെ ശരീരം മുഴുവൻ ചീത്തയായി. അങ്ങനത്തെ ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു ഭാഗമുണ്ട്. അലാ വഹിയൽ ഖൽബ്, അത് മനുഷ്യന്റെ മനസ്സാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ആ മനസ്സിലാണ് നമ്മുടെ നന്മയും നമ്മുടെ കേടും നമ്മുടെ വളർച്ചയും നമ്മുടെ ഉയർച്ചയും നമ്മുടെ അധപ്പതനവും ഒക്കെ കിടക്കുന്നത്. മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ വളരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. കുറെ തിന്നാ മതി, കുറെ അരി ഡാഷാക്കി മാറ്റിയാൽ മതി, ശരീരം വളരും. അത്രയാണല്ലോ നമ്മൾ ചെയ്യുന്ന പണി. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് വളർച്ച കിട്ടൂല. ആത്മാവിനെ നശിപ്പിക്കാനും നമ്മളല്ലാതാക്കി തീർക്കാനും നമ്മുടെ കറാമത്ത് നഷ്ടപ്പെടുത്താനും വലിയൊരു ശക്തി നിരന്തരമായി ഇവിടെ ആസൂത്രിതമായി രാവും പകലുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, ഇന്നി ഖലഖതു ഇബാദി ഹുനഫാ, ഞാൻ എൻ്റെ അടിയാറുകളെ പടച്ചത് ഏറ്റവും നല്ല രൂപത്തിലാണ്. ഒരു കേടുമില്ലാതെയാണ് ഞാൻ എല്ലാ മനുഷ്യരെയും പടച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല രൂപത്തിലാണ്, എല്ലാം തികഞ്ഞവരായിക്കൊണ്ടാണ് അല്ലാഹു നമ്മളെ പടച്ചത്. പക്ഷേ ഫജാഅതുഹുമുശ് ശൈത്വാനു, പിശാച് അവരുടെ മനസ്സിലേക്ക് ചെന്നു. പിശാച് അവരുടെ മനസ്സിൽ ആധിപത്യം ചെലുത്തിയിട്ട് ഫഹ്താലഹും അൻ ദീനിഹിം, അവരുടെ മതത്തിൽ നിന്ന് അവരെ ചതിപ്രയോഗത്തിലൂടെ ഇബ്ലീസ്, ആ പിശാച് വലിച്ചെടുത്തു എന്ന് അല്ലാഹു തആല പറയുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവനാണ് നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അത് നമ്മൾ തിരിച്ചറിയണം. ആ ശത്രുവിനെ തേടി പുറത്തൊന്നും പോവണ്ട. ആ ശത്രു നമ്മുടെ ഉള്ളിലാണുള്ളത്. നമ്മുടെ ശത്രു നമ്മുടെ അയൽവാസികളല്ല.
നമ്മുടെ കുടുംബക്കാരല്ല, നമ്മുടെ ഇഷ്ടക്കാരല്ല. നമ്മുടെ ശത്രു ആരെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ ശത്രുവിനെ കണ്ടെത്തേണ്ടത്. കാരണം അവരെല്ലാ ശത്രുക്കളെക്കാളും ജാഗ്രതയുള്ളവനും ഉറക്കമൊഴിക്കുന്നവനും രാവും പകലുമില്ലാതെ വിശ്രമമില്ലാതെ ലക്ഷ്യം നേടുന്നത് വരെ പരിശ്രമിക്കുന്നവനുമാണ് ആ ശത്രു. അവൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഅഖുദന്നലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم ولا تجد أكثرهم شاكرين. അല്ലാഹുവേ, നീ നിന്റെ ആദമിനെയും ആദമിന്റെ മക്കളെയും എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഞാൻ അവർ നന്നാവാൻ പോകുന്ന വഴികളിലൊക്കെ നേരിന്റെ മാർഗങ്ങളിലൊക്കെ കെണിവലകളൊരുക്കി ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. അവർക്ക് കൊത്താനുള്ള ചൂണ്ടയുമായി ഞാൻ കാത്തിരിക്കും. എല്ലാം ചൂണ്ടയിൽ കൊത്താത്ത സാധനങ്ങളിൽ ഓരോന്നിനും ഓരോ ചൂണ്ടകളുണ്ട്. ഒരു നായിനെ കൂട്ടിൽ കെട്ടിയിട്ട് കാട്ടി കൊണ്ടിട്ടാല് നരിയും പുലിയൊക്കെ വന്നിട്ട് അതിനുള്ളിൽ കുടുങ്ങിക്കോളും. കാരണം അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നായാണ് അല്ലെങ്കിൽ ആടാണ്. എന്നപോലെ നമ്മൾ വല്ല കോഴിന്റെ വേസ്റ്റോ വല്ലതും ചൂണ്ടയിൽ കോർത്ത് കൊളത്തി കൊണ്ടിട്ടാല് അതിന് വന്നിട്ട് എന്ത് കൊത്തും? മീനുകൾ വന്ന് കൊത്തും. നമുക്ക് അതിനെ കൊടുക്കാൻ കഴിയും. എന്നാൽ ഇബ്ലീസ് നമ്മളെ കൊടുക്കുന്ന മാർഗം അത് അല്ലാഹുവും അവന്റെ പ്രവാചകരും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ചെറിയ കാര്യമല്ല. അവന്റെ പിടിയിൽ നിന്ന് ആ കൊളുത്തിൽ കൊത്താതിരിക്കുക. അവന്റെ കൊളുത്ത് ജാഗ്രതയുള്ള കൊളുത്താണ്, അത് അപകടം പിടിച്ച കൊളുത്താണ്, പേടിക്കപ്പെടേണ്ട ഒരു കൊളുത്താണ് അവന്റെ കൊളുത്ത്. അതുകൊണ്ട് എപ്പോഴും അതിൽ കൊത്താതിരിക്കാൻ നമുക്ക് കഴിയുക. അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ലൗലാ അന്ന ശയാതീന യഹൂമുന അലാ ഖുലൂബി ബനി ആദമ. മനുഷ്യരുടെ മനസ്സുകളിൽ പിശാചിനുള്ള ഈ ആധിപത്യം ഇല്ലാതിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതിസ് സമാ, അവർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആകാശ ലോകത്തെ രഹസ്യങ്ങളൊക്കെ കാണാൻ കഴിയുമായിരുന്നു. ജിബ്രീൽ ഇപ്പൊ എന്താ ചെയ്യണത്? മീകായിൽ ഇപ്പൊ എവിടെയാണ്? അസ്രായിൽ ഏത് വഴിക്കാ പോണത്? ഇസ്രാഫീൽ ഇപ്പൊ എന്താ പണി? ആകാശ ലോകത്ത് എന്ത് നടക്കുന്നു എന്നൊക്കെ ആലമുൽ അർവാഹിലെ രഹസ്യങ്ങൾ പോലും ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ കോലത്തിലും ശക്തിയിലും പവറിലും കറാമത്തിലുമാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളതിനെ കേടുവരുത്തി. അള്ളാഹു നൽകിയ ആ പരിശുദ്ധി, ആ പത്തരമാറ്റ തിളക്കം അത് നഷ്ടപ്പെടുത്തിയവരാണ് നമ്മൾ. അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഇനാറത്തുൽ അഖ്ലി മഖ്സൂഫും ബി തൗഇ ഹവാ. മനുഷ്യന്മാർ അവരുടെ ഇച്ഛകളെ ഈ പിശാചിന്റെ കൊളുത്തുകളിൽ, പിശാചിന്റെ പൊക്കകളിൽ കൊളുത്തതിന്റെ ഫലമായിട്ട് അവന്റെ ബുദ്ധിയുടെ, അവന്റെ തന്റേടത്തിന്റെ, അവന്റെ വിവേകത്തിന്റെ ഒക്കെ അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ മഖ്സൂഫൻ, ഗ്രഹണം ബാധിച്ചു പോയി. ഇനി കാണേണ്ടത് കാണാന്, കേൾക്കേണ്ടത് കേൾക്കാന് അവന് കഴിയാത്ത വിധത്തിലേക്ക് അവർ അധപ്പതിച്ചിരിക്കുകയാണ്. ഇത്തരം കൊളുത്തുകളിൽ നിന്ന്, പൊക്കയിൽ നിന്ന്, പൈശാചിക പ്രവണതകളിൽ നിന്ന് രക്ഷപ്പെടുന്ന മനുഷ്യനാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ദാദു തൻവീറ, അവന്റെ കൽബിന് വെളിച്ചം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. അവൻ കാണുന്നത് മുഴുവൻ ശരിയാവും, അവൻ കേൾക്കുന്നത് മുഴുവൻ ശരിയാവും, അവൻ ചിന്തിക്കുന്നത് മുഴുവൻ ശരിയാവും. പക്ഷേ ഈ കൊക്കകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഈ പിശാചിന്റെ ചതി, ആ പിശാച് മനുഷ്യന് വേണ്ടി, അവനെ കൊളുത്താൻ വേണ്ടിയിട്ട് അവൻ കോർത്തിട്ടിരിക്കുന്ന ഇരകൾ എന്ന് പറയുന്നത് അവൻ ദുനിയാവിന്റെ കൊളുത്തുകളാണ് നമ്മളിൽ കൊളുത്തിടുന്നത്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ, ദുനിയാവിന്റെ ആനന്ദങ്ങൾ, ദുനിയാവിന്റെ നേട്ടങ്ങൾ, ഇതിലാണ് നമ്മളെ അവൻ കൊളുത്തിയിടുന്നത്. അത് ചിലപ്പോൾ ദിക്റായിരിക്കാം, അത് ചിലപ്പോൾ നിസ്കാരമായിരിക്കാം, ഇന്നത് എന്നൊന്നുമില്ല. അവൻ എന്തിനാണ് നമ്മളെ പിടിക്കാന്ന് പറയാൻ പറ്റില്ല. അപകടകാരിയാണ് അവൻ. ആ ജാഗ്രത നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രത്യേകത. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളെ നമുക്കറിയാലോ, ഇൽമിന്റെ ഭണ്ഡാരമാണ് മദീനത്തുൽ ഇൽമി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ നഗരമാണ്. അലിയും ബാബുഹ, അതിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ്, ബാബാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അലിയിലൂടെയാണ് ലോകത്തുള്ള എല്ലാ കോളേജ്, വണ്ടൂർ ജാമിയ വഹബി ആയാലും, പട്ടിക്കാട് ജാമിയ നൂരി ആയാലും, മർക്കസ് സഖാഫത്ത് സുന്നി ആയാലും, വേലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് ആയാലും, റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഇൽമിന്റെ ആ സനദ് കടന്നു പോകുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന സഹാബിയിലൂടെയാണ്. അത്ര വലിയ മഹാനാണ് അലി. ആ അലി എന്നവര് ബസറ ഖലീഫയായപ്പോ ബസറ എന്ന് പറയുന്ന നഗരത്തിലേക്ക് ചെന്നു.
അങ്ങനെ ബസറയിലെ ജാമിയില് ഏറ്റവും വലിയ പള്ളിയില് മഹാനവറുകൾ കയറി ചെന്നപ്പോ അവിടെയൊക്കെ മൂല്യന്മാരിങ്ങനെ വയലു പറയാം. പല മൂല്യന്മാരിങ്ങനെ വയലു പറയുന്നുണ്ട്. മക്കത്തും ഉംറയ്ക്കൊക്കെ പോയവർ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓരോ തൂണിന്റെ ചോട്ടിലും ഓരോ മൂല്യന്മാരിങ്ങനെ ക്ലാസ് എടുക്കുമല്ലോ. ആ കൂട്ടത്തിൽ പല മൂല്യന്മാരിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ മൂപ്പര് എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി. ഓടിയടാ പള്ളിക്ക് ഒറ്റൊന്ന് ഈ പള്ളി കണ്ടു കരുതുന്ന ആട്ടി ഓടിച്ചു. കാരണം ഒരാൾ യൂസഫ് നബിന്റെ ചരിത്രം പറയണത്, ഒരാൾ മൂസാ നബിന്റെ ചരിത്രം പറയണത്, ഓരോരുത്തർ കിസ്സകൾ ഇങ്ങനെ പറയും. അതാണല്ലോ ഇന്നത്തെ വയല്. ഒരു കഥ ഇന്നെന്താ കഥ പറയാൻ കിട്ടാ മൂല്യന്മാര് വെള്ളിയാഴ്ച രാവിലെ ആലോചിക്കുക. കഥ പറയുന്നവരെ പള്ളിയിൽ അടിച്ച് പുറത്താക്കണം എന്ന ഇസ്ലാമിന്റെ നിയമം. കഥ പറയാനുള്ളതല്ല പള്ളി. പള്ളിയിൽ കഥ പറയാൻ പറ്റൂല, കിസ്സ പറയാൻ പറ്റൂല, അതിനുള്ളതല്ല പള്ളി. അപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ഉസ്താസിനെ മുഴുവൻ അടിച്ച് പുറത്താക്കി. അതിൽ കുറച്ചാണ്ട് ചെന്നപ്പോൾ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഒരാൾ വയല് പറയുന്നുണ്ട്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. മൂപ്പരെ കണ്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് ഞങ്ങൾക്ക് ഇത് അങ്ങനത്തെ ഒരാളല്ല എന്നാ തോന്നുന്നത്, അതുകൊണ്ട് ഇയാൾ അങ്ങനെയുള്ള പുറത്താക്കണ്ട, ഇയാൾ രണ്ട് ചോദ്യം ചോദിച്ചിട്ട് പുറത്താക്കാം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മൂപ്പരോട് ചോദിച്ചു, മിലാക്കുൻ നജാത്തി, രക്ഷയുടെ മാർഗം എന്താ, രക്ഷപ്പെടാനുള്ള നാരായ കുറ്റി കേന്ദ്ര ബിന്ദു എന്താണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങള് മഹാനായ ഹസൻ ബസരി തങ്ങളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് സൂക്ഷ്മത. അർത്ഥം പറയുമ്പോ സൂക്ഷ്മത എന്ന് പറയാം. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് തർക്കു കുല്ലി ശുബ്ഹാത്തി, ശരിയാകുമോ ശരിയാകൂലയോ, ഹലാലാകോ ഹലാലാകൂലയോ എന്ന് സംശയം വരുന്നതൊക്കെ ഉപേക്ഷിക്കലാണ് വറഅ് എന്ന് ഇബ്രാഹിം നിങ്ങൾ പറയുന്നത്. ശരിയാവോ ശരിയാവൂല, ഒരു നിസ്കാരം അല്ലെങ്കിൽ ഒരു ജുമാ അത് ശരിയാവോ ശരിയാവൂലേ, ശരിയാവുമെന്ന് ചില ആൾക്കാർ പറയുന്നു, ശരിയാവൂല എന്ന് ചില ആൾക്കാർ പറയുന്നു. എന്നാ പിന്നെ ശരിയാവൂല എന്നുള്ളത് പിടിച്ചിട്ട് ആ ഏർപ്പാടിന് കൂടാതിരിക്കുക. അല്ലെങ്കിൽ ഒരു മുതല്, ആ മുതല് തിന്നാൻ പറ്റുമോ പറ്റൂലോ, പറ്റുന്ന ചില ആൾക്കാർ പറയണോ പറ്റൂല എന്ന് ചില ആളുകൾ പറയണോ. ഏതായാലും പറ്റൂല എന്ന് അഭിപ്രായമുള്ളതല്ലേ, എന്നാ പിന്നെ അതങ്ങോട്ട് ഒഴിവാക്കുക. തർക്കു കുല്ലി ശുബ്ഹാത്തി, എല്ലാം ഉപേക്ഷിക്കോ, ശുബ്ഹത്ത് വരുന്നതൊക്കെ ഉപേക്ഷിക്കലാണ് വറഅ്. അതാണ് ദീനിന്റെ രക്ഷയുടെ നാരായ കുറ്റി. അതുള്ള ആള് പരാജയപ്പെടില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരാൾ ഉറച്ചു നിന്നാൽ അവന്റെ ആഖിറം വിജയിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ദഅമായ ലീബുക ഇലാ മാലായ ലീബുക, നിന്റെ മനസ്സിൽ ഇഞ്ചിരി ഉണ്ടാക്കണതൊക്കെ നീ ഉപേക്ഷിക്കണം. നിന്റെ മനസ്സിൽ സംശയം, ഇപ്പൊ ശരിയാവോ, അത് ചെയ്താൽ മോശാവോ, അങ്ങനെ പറഞ്ഞാൽ തെറ്റാവോ എന്ന് മനസ്സിൽ ഇഞ്ചിരി ഉണ്ടാക്കുന്നതൊക്കെ ഉപേക്ഷിക്കുക. ഇലാ മാലായ ലീബുക, നിന്റെ മനസ്സിൽ അങ്ങനത്തെ ഇഞ്ചിരി ഒന്നും ഉണ്ടാക്കാത്ത ഒരുപാട് ഇവിടെ കിടക്കണില്ലേ, അത് ചെയ്യൂടെ, അത് പറഞ്ഞൂടെ, അതിലേക്ക് പോയിക്കോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതും അതുകൊണ്ടാണ്. രണ്ടാമതായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിച്ചു, അയ്യു ഷൈഇൻ മിലാകുൽ ഹലാക്കി, മനുഷ്യന്മാരെ മുഴുവൻ നശിക്കുന്നതിന്റെ നാരായ പേര് കേന്ദ്രബിന്ദു എന്താ, എങ്ങനെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്, എവിടെയാണ് മനുഷ്യന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതിന്റെ കേന്ദ്രബിന്ദു? ഒറ്റ ചോദ്യത്തിലൊക്കെ ഒറ്റ ഉത്തരത്തിൽ എല്ലാം ഒതുങ്ങണം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഒന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു, ആ തമൗ ബിദ്ദുനിയ, ദുനിയാവിനോടുള്ള പൂതി. ദുനിയാവ് കിട്ടണം, ദീപസ്തംഭം, മഹാചര്യം നമുക്ക് കിട്ടണം, പണം ഇത്യർത്ഥം യേശാം ശ്ലോകേന, അല്ലാതൊന്നും ലഭിക്കതെ ഒക്കെ ഉസാറ, പക്ഷെ നമുക്ക് പണം കിട്ടണം. അതിനെന്ത് മാർഗവും നമ്മ ചെയ്യും. അവിടെ ഹറാമും ഹലാലൊന്നും ഇല്ല, കടന്നുറങ്ങുമ്പോൾ 3 വട്ടം സലാത്ത് എഴുതിയാൽ മതി, അപ്പൊ പറച്ചിലൊക്കെ പുറത്തുവരും എന്ന് വിചാരിക്കുന്ന ആ വൃത്തികെട്ട ഏർപ്പാട്. ദുനിയാവല്ല നമ്മുടെ മുഖ്യ ലക്ഷ്യം. ആ ദുനിയാവിൽ ചിന്തിക്കുന്ന ഒരവസ്ഥ വരിക. ഇത് കേട്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യുദ്ധം മക്കാനക, നീ അവിടെ നിൽക്ക്, നീ പള്ളിക്കൊന്ന് പുറത്തു പോണ്ട. മിസ്ലുക യതകല്ലമുൻ നാസ്, നിന്നെ പോലത്തെ ഒരാ മനുഷ്യന്മാരോട് സംസാരിക്കേണ്ടത്, നീ പറഞ്ഞോ, നീയാണ് വയല് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു തങ്ങളെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പള്ളിയിൽ നിന്നോളാൻ പറഞ്ഞു, വയല് പറയാൻ അനുമതി കൊടുത്തു. എന്തുകൊണ്ടാണ്? ദുനിയാവിൽ നാശം എവിടെയാണ്, എവിടെയാണ് പരാജയം, എവിടെയാണ് വിജയം, അതിന്റെ കേന്ദ്രബിന്ദു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ദുനിയാവിനോടുള്ള അത്യാർത്തി എത്ര കിട്ടിയാലും പോരാ. 10 കിട്ടുകിൽ 100 മതി എന്നും 100 സഹസ്രം മതി എന്നും ഒക്കെ കുഞ്ചൻ നമ്പ്യാര് പാടിയതുപോലെ ഇതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വന്നാൽ അതിന്റെ അടയാളം നമുക്കൊന്ന് നോക്കാം, പിന്നെ കണ്ണ് കാണില്ല. അത്തരമൊരു ചിന്ത മനുഷ്യന് വന്നാൽ അവന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല, അവന്റെ ചെവിക്ക് കേൾവി ഉണ്ടാവില്ല, അവന്റെ കൽബിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവൂല. അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൽബുണ്ടാവൂല.
വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ കാണേണ്ടത് കാണാൻ അവർക്ക് കഴിയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട് പക്ഷേ ആ ചെവികൾ കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാൻ അവരുടെ ചെവികൾക്ക് കഴിയില്ല. ഉലൈക കല്ലന്നാമി ബൽ ഹും അളൽ, അവർ നാൽക്കാലികളെ പോലെയാണ്, അതിനേക്കാൾ മോശമാണ് എന്ന് അല്ലാഹു തആല പറയുന്നത്. ഈ ദുനിയാവിനോടുള്ള പ്രിയമൂത്ത പിന്നൊക്കെ ഹലാലാണ്. പിന്നെ ഹറാമിന്റെ ഹലാലിന്റെ ഒന്നും പ്രശ്നം അവിടെ വരുന്നില്ല, എല്ലാം ഹലാലാണ്. അവിടെ മതത്തിന്റെ നിയമങ്ങളോ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരെന്താ കാണുന്ന വെച്ചാൽ അതുപോലെ ചെയ്യും. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കണ്ണുകൾക്ക് ചെവികൾക്ക് അല്ലാഹു തആല കൽബുകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്, അവരുടെ കേൾവികൾക്ക് സീല് വെച്ചിരിക്കുകയാണ്. അകത്തോട്ടൊന്നും കയറൂല. സീല് വെക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് ലെറ്റർ പേഡിൽ എഴുതിയിട്ട് സീല് വെക്കലല്ല. ഓട്ടൊക്കെ ചെയ്തിട്ട് ഓട്ട് പെട്ടിയിലാക്കിയിട്ട് അതിന് വലിയൊരു കവറിലാക്കിയിട്ട് അതിനെ ഭദ്രമായി കെട്ടിയിട്ട് അതിന്റെ മേലൊരു സീല് വെക്കുന്ന പരിപാടി ഉണ്ട്. അതിനാണ് ഖത്മ് എന്ന് പറയാം. ഇനി പുതിയൊരു ഓട്ടം അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, അതിൻ്റെ ഉള്ളിലുള്ള ഓട്ടൊന്നും പുറത്തേക്ക് പോകില്ല. അതിനാണ് ഖത്മ് എന്ന് പറയാം. ആ ഖത്തമാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി ഉള്ളിലോട്ടൊന്നും ചെല്ലുമില്ല, ആ ഉള്ളിലുള്ളതൊന്നും പുറത്തേക്ക് വരൂല്ല. ആ നിലയിൽ അവരുടെ കൽബുകൾക്കും മനസ്സുകൾക്കും വഅലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ മനസ്സുകൾക്ക് പോലും പൂട്ടപ്പെട്ടിരിക്കുകയാണ്, അത് അടച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്, ഒന്നും അങ്ങോട്ട് ചെയ്യൂല. ഈ അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കാണേണ്ടത് കാണാൻ നമുക്ക് കഴിയില്ല. സത്യത്തിൽ നമ്മൾ കാണേണ്ടത് എന്താ? ഈ കാണുന്നതൊന്നും അല്ലല്ലോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറം എന്തൊക്കെയോ ലോകത്തുണ്ട്. അപ്പൊ ലോകത്ത് വലിയ യുക്തിവാദികൾ, ബുദ്ധിജീവികൾ, ചിന്തകർ എന്നൊക്കെ പറഞ്ഞിറങ്ങണ അനവരാധികളൊക്കെ പറയുന്നത് കാണാത്തതൊന്നും ഇല്ലാത്തതാണെന്നാണ്. അള്ളാനെ കാണുന്നില്ല, അതുകൊണ്ടില്ല. കമ്പിയിൽ കറണ്ടില്ല എന്നും പറഞ്ഞിട്ട് കാണില്ല എന്നും പറഞ്ഞ് കമ്പിയിൽ കയറി പിടിച്ച എന്തായിരിക്കും അവസ്ഥ? മയ്യത്തും കൊണ്ട് ചെറിയും കളിയാവും. ഇത് കാണാൻ പറ്റുന്നതല്ല. അതാണ് ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞത്. പാണപ്പാക്കനാർ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. പറയിപ്പറ്റ പന്തിരി കുലത്തിലെ പാണപ്പാക്കനാർ എന്ന് പറയുന്ന ഒരു പാണനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ വാക്കുണ്ട്, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതിന്റെ ഉള്ളിലുണ്ട് ഉള്ളതൊന്ന്, അതാണുള്ളത്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പടച്ച തമ്പുരാന്റെ സൃഷ്ടികളാണ് ഇതൊക്കെ. ഇതിലൊക്കെ അല്ലാഹനെ കാണണം. ഈ സൃഷ്ടി എത്ര സൗന്ദര്യത്തോടുകൂടെ ഒരു മനുഷ്യനെ സംവിധാനിച്ച് അവന് കണ്ണിന്റെ താഴെ മൂക്കിന് രണ്ടോട്ട, അതിന്റെ മുമ്പിൽ ഒരു താഴെ ഒരു ചുണ്ട്, ആ ചുണ്ടിന്റെ താഴെ അതിന്റെ വൈകൃതങ്ങൾ, പല്ലിന്റെ വൈകൃതങ്ങൾ മറച്ചു വെക്കാൻ പറ്റുന്ന സുന്ദരമായ ചുണ്ടുകള്, അതിന്റെ കണ്ണിന്റെ പോളകൾക്ക് കണ്ണിന് അപകടം വരാതിരിക്കാൻ പറ്റുന്ന പോളകള്. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. നമ്മൾ എത്ര വലിയ അത്ഭുത ലോകത്തിനേക്കാളും വലിയ അത്ഭുതം ഉണ്ടോ? ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഹോംലെറ്റിന്റെ മുഖവരിയിൽ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം ഭൂമിയിലൂടെ നടന്നു പോകുന്ന മനുഷ്യനാണ്. അവന്റെ നടപ്പും ഇരിപ്പും ഗമനവും അവന്റെ ഓരോ ചലനവും ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങളാണ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മഹാത്ഭുതമാണ് നമ്മളൊന്ന് കണ്ണാടി നോക്കിയിട്ട് നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കണം. അപ്പോഴേ നമ്മുടെ വലിപ്പം ഞാൻ അറിയൂ. അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതല്ല കാണേണ്ടത്, ഇതിന്റെ അപ്പുറം പലതും നമ്മൾ കാണണം. നമ്മുടെ കണ്ണുകൾ അത് കാണാൻ പറ്റുന്ന കണ്ണായി മാറണം. നമ്മുടെ ചെവികൾക്ക് അത് കേൾക്കാൻ പറ്റുന്ന ചെവിയായി മാറണം. അപ്പോഴേ നമ്മളായി തീരും. വിവരമുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, തന്റെ ഇടമുള്ള ആളുകൾ, നമ്മുടെ മഹാന്മാരായ മശായിഖ്മാർ, മഹാഗുരുക്കന്മാർ, അവർ രേഖപ്പെടുത്തി വെച്ച കിതാബുകൾ, അവർ പറഞ്ഞു തരുന്നത് ഒക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ബുദ്ധിക്ക് വികസനം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരായി തീരുന്നത്. അത്തരക്കാരാണ് ഭൂമിയിൽ വിജയിച്ചത്. അവരെ വിജയിച്ചിട്ടുള്ളൂ. ഈ ബുദ്ധിജീവികളൊക്കെ പരാജയത്തിലാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു നിങ്ങൾ തന്റെ റിയാദുസ് സാലിഹീന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നില്ലേ, കുറെ ബുദ്ധിമാന്മാർ, ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തന ത്വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതന. അല്ലാഹുവിനുണ്ട് ചില ബുദ്ധിയുള്ള അടിയാറുകൾ. ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവരാണ് മുത്തന. എന്താണ് ബുദ്ധി? അവരുടെ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ ലോകത്തേക്ക് അവരിങ്ങനെ ഭൂമി ലോകത്തെ പറ്റി ചിന്തിച്ചു നോക്കുമ്പോ അവർക്ക് കിട്ടിയ പാഠങ്ങൾ, ഒരുപാട് പാഠങ്ങളുണ്ട്. ലോകത്ത് വലിയ വലിയ പണ്ഡിതന്മാര്, ശാസ്ത്രജ്ഞന്മാര്, ഭരണാധികാരികള്, ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാര് ഒക്കെ ജീവിച്ച ലോകമാണ് ഈ ലോകം. പക്ഷെ അവരെയൊക്കെ ഈ ഭൂമി അടക്കി ഒതുക്കി
ചവിട്ടി കൂട്ടി മെരുക്കിയെടുത്തിട്ട് ആ 6 അടി മണ്ണിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കശാപ്പ് ചെയ്യുകയാണ്, പിഴിഞ്ഞെടുക്കുകയാണ് ഈ ഭൂമി ചെയ്തത്. ഒരാളെ ഈ ഭൂമി വിട്ടിട്ടില്ല. പിന്നെയാണോ നിസ്സാരക്കാരനായ ഈ ഞാൻ എന്ന് ചിന്തിക്കണം. അത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ലോകത്തുനിന്ന് പഠിക്കേണ്ടത്. അത് പഠിച്ചു നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ ഔലിയാക്കള്, മഹാത്മാക്കള് എന്നൊക്കെ പറയുന്നവർ അത് പഠിച്ചവരാണ്. അതാണ് ലോകത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത്. ഇവിടെ കാലാകാലം ജീവിക്കാൻ കഴിയില്ല, ഇത് നമ്മുടെ സ്വദേശമല്ല, നമുക്ക് ഇവിടുന്ന് പോണം എന്ന ബോധമാണ് അവരെ നയിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ദുനിയാവിനെ 3 ത്വലാഖിൻ ചൊല്ലി ഒഴിവാക്കി. ഈ ദുനിയാവിലേക്ക് വേണ്ട, ഈ ദുനിയാവ് ശാശ്വതമല്ല, ഈ ദുനിയാവ് കൊണ്ട് എനിക്ക് ഒന്നും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിനെ ത്വലാഖ് ചൊല്ലി ഈ ഫിത്നയെ ഭയപ്പെട്ടവരായിരുന്നു അവര്. അങ്ങനെ വന്നപ്പോ അവർ ഇതൊരു കടലായി മനസ്സിലാക്കി. ഒരു ആഴക്കടല്, എപ്പോഴും മുങ്ങാവുന്ന കടല്, ആ കടലിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കടലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സ്വാലിഹൽ അഅ്മാലി ഫീഹാ സുഫുന, സൽക്കർമ്മങ്ങൾ കൊണ്ടൊരു കപ്പൽ ഉണ്ടാക്കണം. സൽക്കർമ്മത്തിന്റെ തോണി, സൽക്കർമ്മത്തിന്റെ കപ്പൽ ഉണ്ടാക്കിയിട്ട് വേണം ഇവിടുന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ മുങ്ങിച്ചാകലാകും ഫലം. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോഴും മരിച്ചു പോയിട്ടും അവരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നവരാണ്. നമ്മൾ ജീവിക്കുമ്പോ തന്നെ ശവങ്ങളാണ്. ഭൂമി ലോകത്തു കൂടെ നീങ്ങുന്ന മൊബൈൽ ശവങ്ങളായി നമ്മൾ മാറുകയാണ്. അവരോ മരിച്ചു പോയിട്ടും ഇപ്പോഴും ജീവിക്കുകയാണ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ബദരീങ്ങളെ കുറിച്ച് ഇറങ്ങിയ ആയത്താത്. ആ ബദരീങ്ങളെ പറ്റി അല്ല പറയുന്നത് അവർ നിങ്ങൾ മരിച്ചു പോയവരാണെന്ന് പറയരുതെന്നല്ല, വിചാരിക്കുക പോലും ചെയ്യരുത്. അവർ മരിച്ചവരാണെന്ന് വിചാരിക്കുക പോലും ചെയ്യരുത്. മരിച്ചിട്ടില്ല, ബല്ലഹിയാവുൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തോന്നാലോ ആത്മാവിനാണ് ജീവിതം. അല്ല, ആത്മാവിന്റെ ജീവിതമല്ല. ബല്ലഹിയാവുൻ ഇൻദ റബ്ബിഹിം യുർസഖുൻ, ശാപ്പാട് കഴിച്ച് ജീവിക്കുന്നവരാണ് അവര്. പരിശുദ്ധ ഖുർആനായി പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് കഴിയോ? ശാപ്പാട് കഴിച്ച് ജീവിക്കുക. ശാപ്പാട് ആത്മാവിനുള്ളതല്ല, ശാപ്പാട് എന്ന് പറഞ്ഞത് ശരീരത്തിനുള്ളതാണ്. നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ് അവര്. എന്താണ് അവർക്കിപ്പോ പണി? തഫ്സീർ മുദഹരി ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യൻസുറൂന ഔലിയാഹും വയുദമ്മിറൂന വയുദമ്മിറൂന അഅദാഹും. ബദരീങ്ങൾ ഇപ്പോഴും സജീവമാണ്. അവർ കർമ്മനിരതരാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുക. അവർ കിടന്നുറങ്ങുന്നല്ല, അവർ തിന്നുന്നു എന്ന് മാത്രമല്ല, അവരെത്തേണ്ടോടത്തൊക്കെ അവരെത്തുന്നു. എന്നിട്ട് അവരുടെ ഇഷ്ടക്കാരെ അവർ സഹായിക്കുന്നു, അവരുടെ ഇഷ്ടക്കാരെ അവർ സഹായിക്കുന്നു. അവരുടെ ശത്രുക്കളെ അവർ നശിപ്പിക്കുന്നു, തകർക്കുന്നു എന്ന് മഹാൻ തഫ്സീർ മുദഹരി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതാണ് ഈ ബദരീങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ പണ്ടൊക്കെ ഈ മഹലിലൊക്കെ ഉണ്ടായിരുന്നു വീടുകളിലുള്ള 17 മൗലൂദ്. ഞാനൊക്കെ മുമ്പ് പലരോടും കൂടിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാ? എല്ലാ വീട്ടിലും ഉണ്ട്. അത് പള്ളിക്ക് ചുരുക്കി അവസാനം നമുക്കത് വേണ്ടാന്നും വെക്കാൻ എളുപ്പമായിരുന്നു. ഇവിടെയാ നമ്മൾ ബദരീങ്ങളുമായിട്ടുള്ള ബന്ധം കാണേണ്ടത്. ആ പള്ളിയിലുണ്ട്, പള്ളിയിലാണ് ഇപ്പോ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിന് കൂടുന്നവരാരെങ്കിലും കൂടുന്നുണ്ടാവും. ഞാനും കൂടിയില്ലെങ്കിലും പള്ളിയിലെ മൂല്യന്മാരും കുട്ടികളും കൂടെയാണ് നടത്തിക്കോളൂല്ല. ഞങ്ങൾക്ക് ആ ബാധ്യത അങ്ങോട്ട് ഒഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് പള്ളിക്ക് ആക്കിയതായി. അങ്ങനെയല്ലേ? അതായിരിക്കും അതിന്റെ ഫലം. ബദരീങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവരുടെ ആ സഹായം നമുക്കുണ്ടായിരുന്നു. അവരായിരുന്നു നമ്മുടെ മക്കളെ കാത്തത്, അവരായിരുന്നു നമ്മുടെ കുടുംബത്തെ കാത്തത്, അവരായിരുന്നു നമ്മുടെ ഐശ്വര്യത്തിന്റെ കാരണക്കാര്. നമുക്ക് അറിഞ്ഞുകൂടാ, അവരിവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ അവരുണ്ടായിരുന്നു, നമ്മുടെ മൗലിദിൽ അവരുണ്ടായിരുന്നു, അസ്മാഉൽ ബദർ പറയുമ്പോൾ അവരുണ്ടായിരുന്നു. അത്തരം കുടുംബങ്ങൾ അപകടത്തിൽപ്പെടാതെ ആപത്തിൽപ്പെടാതെ കാത്തത് അല്ലാഹു തആല കാത്തത് അവരുടെ ബർക്കത്ത് കൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അവരെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി, അവരോടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവര് എന്ന് തഫ്സീർ മുദഹരി പറഞ്ഞത് അവരുടെ ആളുകളെ അവർ സഹായിക്കുമെന്ന് പറഞ്ഞ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പല വിധത്തില്, അത് കൊറോണയായിട്ടാവാം, അല്ലെങ്കിൽ അപകടം ആയിട്ടാവാം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടാവാം, രോഗമായിട്ടാകാം, സാമ്പത്തിക പരാധീനത കൊണ്ടാവാം, എങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ അത് വരാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബദരീങ്ങളെ നമ്മൾ വിസ്മരിക്കരുത്. അവർ നമുക്ക് വേണ്ടവരാണ്. ബദരീങ്ങളെ പോലുള്ള മഹാത്മാക്കള് അവര് നമ്മളെ സഹായിക്കുന്നവരാ. നിങ്ങൾ നോക്ക്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ, എനിക്ക് സമയമുണ്ട്, നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.
നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി തങ്ങള് ഒരു നാട്ടിൽ ഒരാൾ ചെന്നിറങ്ങി, റസൂലുള്ള പറയുന്ന വളരെ പ്രസിദ്ധമായ ഹദീസ്, ഒരു നാട്ടിൽ ഒരാൾ ചെന്നിറങ്ങി. ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങണ നേരത്ത് അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ലം യദുറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവൻ ആ നാട്ടിൽ നിന്ന് ഇനി കയറി പോകുന്നത് വരെ ഒരു തേളോ പാമ്പോ ശത്രുവോ ഒരു ഉപദ്രവവും അവനേൽക്കൂല. ആര് കാക്കും? അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി കൊണ്ട് കാക്കും. കലിമാത്തുല്ലാഹി തമ്മാത്തി കാക്കും എന്നായി പറയുന്നത്. അങ്ങനത്തെ ഒരു വാക്ക് റസൂലുള്ളാഹി നമ്മൾ നമുക്ക് പറഞ്ഞു തന്നു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഖുർആൻ ഫാത്തിഹയുടെ തുടക്കത്തിൽ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് മൂപ്പര് പറയുന്നുണ്ട്, ഈ അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞ ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബശരിയ, മനുഷ്യ ആത്മാക്കൾ കാവൽ തേടുകയാണ്. ആരോട്? ബിൽ അർവാഹിൽ ഖുദ്സിയത്തിൽ ആലിയത്തിൽ മുതഖറ, പരിശുദ്ധാത്മാക്കളോട്, മഹാ ആത്മാക്കളോട്, മഹത്വം നേടിയ ആത്മാക്കളോട്. ദുഷ്ടന്മാരായ നമ്മളെ പോലത്തെ നീച ആത്മാക്കൾ, പാവപ്പെട്ട ആത്മാക്കൾ കാവൽ തേടുകയാണ്. എന്തിനെ തൊട്ട്? മിനൽ അർവാഹിൽ ഖബീസത്തിൽ നുൽമാനിയത്തിൽ കതിറ, ചളിമുരണ്ട മ്ലേച്ഛമായ ഇരുട്ടിനകപ്പെട്ടു പോയ ദുഷ്ട ആത്മാക്കളുടെ, നമ്മൾ പറയല്ലോ പ്രേതം എന്നൊക്കെ. പ്രേതം എന്നുള്ള അർത്ഥത്തിലില്ല. പ്രേതം പറഞ്ഞ മൃതശരീരം എന്നേ വാക്കിന് അർത്ഥമുള്ളൂ. ഈ സാധാരണക്കാർ പറയുന്നത് പ്രേതം ഉണ്ടല്ലോ. അങ്ങനത്തെ ദുഷിച്ച ആത്മാക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് പരിശുദ്ധാത്മാക്കളോട് മനുഷ്യാത്മാക്കൾ തേടുന്ന കാവലാണ് അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന വാക്ക് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി. ഇതിനൊരു വഹാബിക്ക് പോലും തർക്കം പറയൂല, ഒരു മുജാഹിദ് എതിർക്കൂല. എതിർത്താൽ അവന് കുഫറ വരിക. അത്ര ഗംഭീരമായ പ്രമാണം അത്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ആരായി കലിമാത്തില്ലാഹി തമ്മാത്തി? ഇവരാണ് ഈ ബദരീങ്ങളെ പോലുള്ള മഹാത്മാക്കള്, അതുപോലെയുള്ള പരിശുദ്ധാത്മാക്കള്. അവർ നമ്മളെ സഹായിക്കും. എല്ലാ ഭാഗത്തുണ്ട്. ലോകത്ത് എവിടെ പോയാലും നമ്മളുണ്ട്, അവരുണ്ട്. അവരുടെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ അവരുമായൊരു ബന്ധം നമുക്കുണ്ടാവണം. അല്ലാതെ വെറുതെ വിളിച്ച വഴിക്ക് അവർ പറഞ്ഞു വരില്ല. അരിമ്പറ പൊക്കുറലൊരു കൊണ്ടൊരാളുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ട്, തൃപ്പനച്ചിമായ പോലെയൊരു ഉസ്താദ്. മൊറയൂര് പള്ളിയിൽ ഞാൻ നിൽക്കുമ്പോൾ മൊറയൂര് പള്ളിയിലാണ് ജുമായ്ക്ക് വരിക. 4-5 വർഷം അവിടെ തന്നെ ജുമായ്ക്ക് വന്നിരുന്നത്. അപ്പൊ മൂപ്പര് റീസ് എന്നോട് പറഞ്ഞു, ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഈ ബദരീങ്ങളെ അല്ലെ കുത്തുബിയത്തിൽ 1000 വട്ടം ഹോസില്ലാതമ്മനെ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ പരിപാടിനെ പറ്റി ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോ അതൊക്കെ വെറുതെ എന്ന് പറഞ്ഞു മൂപ്പരാദ്യം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? ഒറ്റ വട്ടം വിളിച്ചാൽ തന്നെ ഷെയ്ഖ് കേൾക്കൂലേ? കൃത്യം 1000 വട്ടം വിളിക്കുന്ന ഒരു വാശി മൂപ്പര് അങ്ങനത്തെ വാശിക്കാരനല്ല, ഒറ്റ വട്ടം വിളിച്ചാൽ തന്നെ കേൾക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, മമയുനാദിസ്മി അൽഫന്നല്ലേ? അതിനിപ്പോ എന്താ അൽഫം എന്നുള്ളതിന്റെ അവിടെ ഇൽഫെന്ന് വായിച്ചാൽ കുഴപ്പം തീർന്നില്ല, എന്ത് തർക്കം തീർന്നില്ല ചോദിച്ചോ. അരിമ്പറ പൊന്നു പോലെ കേട്ടോ, അരിമ്പറ പോക്കുന്നില്ല. അൽഫം എന്നുള്ളതിനവിടെ ഇൽഫെന്ന് വായിച്ചോ, ഇണക്കമുള്ളവർ ഒറ്റ വട്ടം വിളിച്ചാൽ മതി. 1000 വട്ടം ഒന്നും വിളിക്കണ്ട, ഇണക്കം ആദ്യം വേണം. ഇൽഫൻ അൽഫം എന്ന് പറയുന്നത് 1000, ഇൽഫം എന്ന് പറഞ്ഞാൽ ഇണക്കം. മൂപ്പരായിട്ട് ഇണങ്ങിയ ആൾക്കാർ കൂടുതൽ നേരിട്ട് ഷെയ്ഖേ അല്ലെങ്കിൽ ബദരീങ്ങളെ മമ്പറം തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ അവരുണ്ടാവും. അത് 1000 വട്ടം തകയാൻ കാത്തു നിൽക്കൊന്നും വേണ്ട. അതിന്റെ മുമ്പ് അവർ നമ്മളെ സഹായിക്കും. പക്ഷെ അതിന് നമുക്ക് എന്ത് വേണം? ഇണക്കം വേണം. ബദരീങ്ങളായിട്ട് ഇണക്കം വേണം. റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ഇണക്കം വേണം. അതിനാണ് നമ്മൾ സ്വലാത്ത് നടത്താറുള്ളത്. അതിനാണ് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ബദരീങ്ങളുടെ പേരിൽ മാസം 15 മൗലൂദ് എന്ന പേരിൽ വീടുകളിൽ ഇങ്ങനെ കൊല്ലത്തിൽ 11 12 ഒക്കെ വീടുകളിൽ നടത്തി വന്നത്. അതൊക്കെ എടുത്തു പോയാൽ നമ്മുടെ നാശത്തിന്റെ നമ്മുടെ നാടിന്റെ നാശത്തിലേക്കാണ് അത് ചൂണ്ടുന്നതിനുള്ള അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അടുത്ത ഞായറാഴ്ചയിൽ വരിക അല്ലേ? ഈ വരുന്ന ഞായറാഴ്ച, മറ്റന്നാ ഞായറാഴ്ചയാണ് സ്വലാത്ത് വരുന്നത്. അപ്പൊ മൗലൂദ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും ആ രണ്ടും കൂടി ഒന്നിച്ച് നടത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും ഈ ഞായറാഴ്ച ഇശായോടുകൂടെ ബാങ്ക് കൊടുത്ത ഉടനെ ആ സ്വലാത്തും ബദരീങ്ങളുടെ അസ്മാവുൽ ബദറും മൗലൂദും ഉണ്ടാവും. അതിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും, സ്ത്രീകൾക്കൊക്കെ സൗകര്യം ഉണ്ടാകില്ല, സ്ത്രീകളും നിങ്ങൾ കുട്ടികളും കുടുംബങ്ങളൊക്കെ നമ്മൾ ചെയ്യലല്ല ഇവിടെ പ്രധാനം. നമ്മുടെ ഭാര്യ മക്കൾക്കാണ് ഈ അപകടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടേറ്റുള്ളത്. അതുകൊണ്ട് അവരെ കാക്കണം. അവരിത്തരം കാര്യങ്ങളിൽ സജീവമാകണം. നമ്മുടെ മക്കളിൽ കൂടുന്ന ചെയ്താന്മാര്
അറിയൽ ചെയ്താനും പരസ്യം ചെയ്താനും രഹസ്യം ചെയ്താനും ഒക്കെ നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ വലിഞ്ഞു മുക്കുക. അവരതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് വന്നിട്ട് ഈ സ്വലാത്തിന് കൂടാൻ നിങ്ങൾ അവരെ പ്രേരിപ്പിക്കണം. ആ മൗലിദിൽ അവർ കൂടണം. അസ്മാഉൽ ബദർ റളിയല്ലാഹു അൻഹു പറയണം. എന്നിട്ട് അവരെ തവസ്സുലാക്കിയും ഇസ്തിഗ്ഫാർ നടത്തിയൊക്കെ ദ്വാരിക്കണം. അതിനൊക്കെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിർബന്ധിക്കണം, നിർബന്ധമായി കൊണ്ടുവരണം, അതിനെ വിജയിപ്പിക്കണം, അതിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് വിനയത്തോടെ